നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരവിടുന്ന് പുറത്തിറങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഏതായാലും മറ്റേ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നത് വരെ എനിക്ക് നാട്ടിൽ കയറാൻ പറ്റില്ല. എന്നാ പിന്നെ ഇവിടെയും കൂടിയ രണ്ടു ഉപയോഗം ഉണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? മച്ചമ്പി കൂടെ ഇല്ലെങ്കിലാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതെ, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടേ നമ്മൾ ഇവിടെ വിട്ട് പോകുന്നുള്ളൂ. ലൈറ്റ് ഉണ്ടോടോ? ഇല്ല. ഇതൊക്കെ മേടിച്ച് വെക്കണ്ടടാ. കാണിച്ചത് എന്തിനോടാ? നിനക്ക് ഇത്ര ധൈര്യമോ? ഞങ്ങൾ ആരാന്നറിയോടാ? അവന്മാരിതുവരെ വിളിച്ചില്ലല്ലോ. വല്ല കുഴപ്പമുണ്ടായി കാണൂ? എന്നാ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അച്ഛൻ ടെൻഷൻ ആവാതെ. ആപ്പ ഉപ്പയൊന്നും അല്ല, നല്ല കാഞ്ഞ പുള്ളികളെ ഞാൻ പറഞ്ഞു വിട്ടേക്കുന്നത്. അവന്മാരെ തല്ലിക്കൊന്നു വെച്ച് ഇപ്പൊ വിളിക്കും, നോക്കിയോ. ഇത് സ്ഥലം വേറെയാ. ഇനി നിന്നെയൊക്കെ ഇവിടെ കണ്ടാലുണ്ടല്ലോ. ദേ വിളിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ. ആ പറ തൊട്ടപ്പള്ളി, എന്നായി? വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് മുതലാളി. ഇനി അവന്മാരുടെ ശല്യം ഇങ്ങോട്ടുണ്ടാവില്ല. ആരും ചത്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. കൊല്ലണമായിരുന്നോ? വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി വന്നു പെട്ട കച്ചേരി ഏറ്റവും മുതലാളി. ആ താമസിച്ചോ, ഞാൻ വിളിക്കാം. അങ്ങനെ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ആ പിള്ളേരുടെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കണം. വാടോ. ആ പിള്ളേരെ എവിടെ ഉണ്ട്? അവരുറങ്ങി. അങ്ങനെ ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങിയ ശരിയാവുമല്ലോ. വിളിച്ചവരെ. അയ്യോ വേണ്ട മുതലാളിമാരെ, ഒന്നും ചെയ്യണ്ട. അവര് പാവം കുട്ടികളാ. അത് ക്ലാരടുത്തിയാണോ തീരുമാനിക്കുന്നത്? പാവങ്ങൾ അത്ര പാവങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത്? പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി. പോയി വിളിച്ചോണ്ട് വരേണ്ടി. അയ്യോ അത് നിങ്ങൾക്ക് എന്നാ പയ്യേ, എന്തിനാ ചെവിനോട് ചോദിക്കുന്നേ? വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ വാ. കർത്താവിന് നിരക്കാത്ത ഒന്നും ചെയ്യരുത് മുതലാളിമാരെ. ക്ലാരടുത്തി മാറിക്കേ, നമ്മുടെ വന്നേ. മാറിക്കേ അങ്ങോട്ടാ. കർത്താവേ. വാല് തുറക്കാൻ. പൂജ, ആദിത്യ, വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? ആദിത്യ, വാതിൽ തുറക്കാൻ. തുറക്കണോ വാതിൽ? ഒന്നിറങ്ങി വന്നേ. ഇറങ്ങി വരാൻ. എന്താ എടുത്തി നോക്കിയിരിക്കാതെ പോയാ പെണ്ണെ വിളിച്ചോണ്ട് വാ. അത് ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്താ എന്താന്നോ ഞാൻ പറഞ്ഞുതരാം. എവിടെ അവള്? എന്താ എന്താ കാര്യം നിങ്ങൾ പറ. അവളെ വിളിക്കേ, വിളിക്കാൻ. എന്താ 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 ഇവിടെ? നിങ്ങൾ കാര്യം പറയേ. ഞങ്ങളുടെ ഉറക്കം കളഞ്ഞപ്പോ സമാധാനം ആയല്ലോ. എന്നാലും നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. തീരെ പ്രതീക്ഷിച്ചില്ല. എന്തി പറയുന്നേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് രണ്ടുപേരും സൂചിച്ച് കിടന്ന് ഉറങ്ങുന്നല്ലേ? പാടോ. അല്ല എന്താന്ന് പറയേ. വരാൻ. നീയും വാ. വരാനല്ലേ പറഞ്ഞത്? അഹങ്കാരത്തിനൊരു അതിരുണ്ട്. കാണിച്ചു തരാൻ രണ്ടിനും.
വരാനല്ലേ പറഞ്ഞു. വേണ്ട. വാ വന്നാ മതി. വരാൻ. വാ ലൂസിഫർ, നിങ്ങൾ കാര്യം പറയും എന്താന്ന്. എന്താ ഇത്? നിങ്ങളതിങ്ങനെ നോക്കി നിൽക്കുന്നേ. വന്നേ, വാ, വന്ന് കേക്ക് കെട്ടി. നമ്പി പറഞ്ഞ പോലെ കേക്ക് ചെല്ല് ചെല്ല് ചെല്ല്, വാ. മനസ്സിലായില്ലേ? പൂജ മോളുടെ പ്രഗ്നൻസി ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇതൊക്കെയല്ലേ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. അതെ, ഞങ്ങൾക്ക് ആകെയുള്ളൊരു സന്തോഷം. സഹാറ മരുഭൂമി പോലെ വറ്റി വരണ്ട് കിടന്ന ഞങ്ങളുടെ ജീവിതത്തെ ചിറാപ്പുഞ്ചിയാക്കിയത് നിങ്ങളുടെ വരവോടെയാണ്. ആ അതെ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ മനുഷ്യന്മാർ. ആ വാ, ദേ, വന്ന് കേക്ക് കെട്ടിയത്. വാ. കട്ടിയേ വാ. താൻ കെട്ടിയതോ? ദേ മോളെ കട്ടി. ഐശ്വര്യോടെ കെട്ടി. കട്ടി. ശരി. നോക്കി നിൽക്കാതെ മോൾ ആ പീസ് എടുത്ത് ആദ്യമോന് കൊടുക്ക്. ഇനി ആദ്യം കൊടു. നൈസ്. ഇനി അങ്കിളിനെന്താ? കൈയടിച്ചേ. ഇനി ഈ അങ്കിളിനും. താരെടുത്തിനി ഓനച്ചന്റെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഇനി മുതൽ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധ പൂജ മോളുടെ കാര്യത്തിൽ ഉണ്ടാവണം. മോൾ എന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ അങ്ങ് സാധിച്ചു കൊടുക്കണം. സാധിച്ചു കൊടുത്തേക്കണം. അതിനു വേണ്ടി എന്റെ അനുവാദം നോക്കി നിൽക്കണ്ട. പൂജ മോളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ഈ വെറോണിക്ക ബംഗ്ലാവിന്റെ ഐശ്വര്യ. ഇയാൾക്ക് എന്നെ വട്ടായോ? പുല്ല് എങ്ങനെ കലക്ക് കളയുന്ന ആലോചിക്കുമ്പോഴാ അയാളുടെ ഒരു ഐശ്വര്യം. എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? രണ്ടാൾക്ക് സന്തോഷായില്ലേ? ആ, ഇനി പോയി കിടന്നുറങ്ങിക്ക. ബാക്കിയൊക്കെ നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം. ആ അതെ അതെ, വിശദമായിട്ട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. താങ്ക്സ്. താങ്ക്സ് ഒക്കെ എന്നാത്തിനാ? ഇതൊക്കെ എന്റെ കടമയല്ലേ മോളെ? അതെ അതെ, എന്റെ നമ്മുടെ അതെ അതെ, നമ്മുടെ നമ്മുടെ ചെല്ല്. അല്ലച്ചാ, ഇതുവരെ കണ്ട നാടകമൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നൊഴിച്ച്. അച്ഛാ, എന്നാത്തിനാ അവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഈ ബംഗ്ലാവിന്റെ ഐശ്വര്യം എന്നൊക്കെ വെച്ച് കാച്ചിയത്? അപ്പൊ അവളെ പ്രസവിപ്പിച്ച് അതിന് തീറ്റി പോറ്റാനാണോ പ്ലാൻ? എടോ മണ്ട. എടോ, ആ ഗർഭം കലങ്ങി കഴിയുമ്പോ ആ പെണ്ണ് നമ്മളെ സംശയിക്കാൻ പാടില്ല. അതിനല്ലേ ഞാൻ ഇമാതിരി വിടലൊക്കെ വിടുന്നത്. ഓ, അച്ഛന്റെ ബുദ്ധി ഭയങ്കരം തന്നെ. അപ്പൊ അബോർഷൻ ഉടനെ ഉണ്ടാവുമല്ലയോ? പിന്നല്ലാതെ. എഞ്ചിൻ പണിയും സർവീസും എല്ലാം കഴിഞ്ഞ് നല്ല പുതുപുത്ത മോഡലൊക്കെ ഞാൻ അങ്ങോട്ടങ്ങ് തരും.